കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടത്തുന്ന പ്രതിഷേധ സമരമാണിന്ന് 10:30 കേരള ഹൗസിൽ നിന്നും പ്രകടനമായി നേതാക്കൾ ജന്തർ മന്ദിറിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുമുന്നണി നേതാക്കളുമാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. DMK, ആം ആദ്മി നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. നേതാക്കൾ പ്രകടനമായി ജന്തർ മന്ദിറിലേക്ക് നീങ്ങുകയാണ്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ആരൊക്കെയാണ് മുൻനിരയിൽ നിന്ന് നയിക്കുന്നത്? എങ്ങനെയാണ് പ്രകടനം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്? എത്ര മണിക്ക് ജന്തർ മന്ദിറിലെത്തും? ലിബീഷ്, വലിയ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. 10 കൂടി തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരള ഹൗസിൽ നിന്ന് പ്രതിഷേധ മാർച്ചായി തന്നെയാണ് ജന്തർ മന്ദിറിലേക്ക് പോകുന്നത്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. മുൻനിരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ മുൻനിരയിൽ, ധനമന്ത്രി KN ബാലഗോപാലുണ്ട്. ആ രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മുൻനിരയിൽ അണിനിരുന്നുകൊണ്ട് തന്നെയാണ് കേരള ഹൗസിൽ നിന്ന് ഈ മാർച്ചായി തന്നെ ജന്തർ മന്ദിറിലേക്ക് ഈ പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജന്തർ മന്ദിറിൽ വലിയ പ്രതിഷേധം തന്നെ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ധർണയായി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. 1 മണി വരെ, അതായത് 1 മണി വരെ ഈ ധർണ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കുന്നു എന്നൊരു കാര്യമാണ് പ്രധാനമായും പറയുന്നത്, സർക്കാർ ഉന്നയിക്കുന്നൊരു കാര്യം. എന്തായാലും ആ രീതിയിൽ വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ അവിടെ അരങ്ങേറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ സമാനമായ പ്രതിഷേധ സമരം അവിടെ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ അവിടെ സമരം നയിച്ചിരുന്നു. ആ സമാനമായ ആ സ്റ്റേജിൽ തന്നെയാണ് കേരള സർക്കാരിൻ്റെ സമരവും ധർണയും നടക്കുന്നതെന്നാണ് ലഭിക്കുന്നത്. വലിയ പ്രതിഷേധം അരങ്ങേറുന്ന ഭാഗമായി തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഈ ധർണയുടെ ഭാഗമായി അവിടെ അണിചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ശരത് പവാർ അടക്കമുള്ള ആളുകൾ, നേതാക്കളെല്ലാം തന്നെ, മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കും. DMKയുടെ പ്രതിനിധിയും ഈ സമരത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തോടൊപ്പം അണിനിരക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളത്തിലെ പ്രതിപക്ഷം UDF ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. നേരത്തെ ഒന്നിച്ചുള്ള സമരത്തിന് മുഖ്യമന്ത്രി ചർച്ച നടത്തിയെങ്കിൽ പോലും അതിന് ഒന്നിച്ചുള്ള സമരത്തിനില്ല എന്നാണ് പ്രതിപക്ഷം അറിയിച്ചത്. ആ തലത്തിൽ നോക്കുമ്പോൾ ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ, കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഇതൊരു വ്യക്തതയില്ല, അതിനുള്ള സാധ്യതയും കാണുന്നില്ല. ആ രീതിയിലാണ് പ്രതിഷേധ സമരം നടക്കുന്നത്. എന്തായാലും പ്രതിഷേധ സമരം ജന്തർ മന്ദിറിൽ ആരംഭിച്ചതായുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദിറിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വേദിയിൽ നേതാക്കളെല്ലാം തന്നെ ഇരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. മുൻനിരയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളുണ്ട്. തോമസ് ചാഴിക്കാടൻ MP, ഇടതുപക്ഷത്തിൻ്റെ MPമാരെല്ലാവരും അവിടെ അണിനിരുന്നിട്ടുണ്ട്. മന്ത്രിമാർ, അതായത് മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം ഉണ്ട്. LDF നേതാക്കളെല്ലാം ഉണ്ട്. ആ രീതിയിൽ വലിയൊരു പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് CPM, അല്ലെങ്കിൽ ഇടതുപക്ഷം. ആ രീതിയിൽ തന്നെയാണ് ഈ പ്രതിഷേധം ക്രമീകരിച്ചിരിക്കുന്നത്. ലിബീഷ്, ഉണ്ണി, BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോപണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കർണാടക ഇന്നലെ ഡൽഹിയിൽ വലിയ പ്രതിഷേധ സമരം നടത്തിയത്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ പ്രതിഷേധത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് വളരെ പ്രധാനമായിരുന്നു. എന്നാൽ കേരളത്തിലെ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ അവർക്ക് എന്തായാലും ആ പ്രതിഷേധത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. എന്താണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ പ്രതിഷേധത്തോട് എടുത്തിരിക്കുന്ന ഒരു നിലപാട്? ലിബീഷ്, കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരു ഒന്നിച്ചുള്ള സമരത്തിന് കേരള മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച ഉപപ്രതിപക്ഷ നേതാവുമായി നടത്തിയ ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സമരത്തിന് ഒന്നിച്ചുള്ള സമരത്തിന് ഇല്ല എന്നാണ് അറിയിച്ചത്. അതേസമയം തന്നെ ഈ രീതിയിൽ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ UDF നേതൃത്വം ഇതിന് എതിരായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ദേശീയ നേതൃത്വം ഇതിൽ പങ്കെടുക്കുമെന്ന കാര്യം ഒരു സംശയം നിലനിൽക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ക്ഷണമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ ലീഗ് MP ആയ അബ്ദുൽ വഹാബ് നേരത്തെ ഈ സമരം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ മുഖ്യമന്ത്രിയെ കണ്ടു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സമരത്തിന് പിന്തുണയില്ലെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ മര്യാദ അനുസരിച്ചാണ്
കാണാൻ എത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു അവർ ഈ സമരത്തിൽ അണിചേരുന്നില്ല. പക്ഷേ ദേശീയ നേതൃത്വത്തിൽ ഇതിൽ പങ്കെടുക്കുമോ ദേശീയ നേതൃത്വം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ സംസ്ഥാന നേതൃത്വം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം സമാനമായ വിഷയത്തിൽ കർണാടക സർക്കാർ ഈ വിഷയം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിൽ, അതായത് സാമ്പത്തികമായി ഞെരുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കർണാടക സർക്കാർ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ വേദിയിൽ തന്നെ ജന്തർ മന്ദിറിൽ കർണാടക സർക്കാർ വലിയ പ്രതിഷേധം നടത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഈ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. അവിടെ DK ശിവകുമാർ പറഞ്ഞൊരു കാര്യം, കേരളത്തിൻ്റെ ഈ സമരത്തിന് വലിയ പിന്തുണ ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ പിന്തുണ നൽകുമെന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേരളം അയൽക്കാരാണ്, അതുകൊണ്ട് തന്നെ പിന്തുണ നൽകും, ഈ വിഷയത്തിൽ പിന്തുണ നൽകുമെന്ന കാര്യമാണ് എന്തായാലും ഈ കർണാടക നേതൃത്വം പറഞ്ഞത്. അപ്പോൾ അത് കേരള നേതൃത്വത്തെ തള്ളുന്ന രീതി, കേരള യു ഡി എഫ് നേതൃത്വത്തിൻ്റെ നിലപാടിനെ തള്ളുന്ന രീതിയിലാണ് ആയിരുന്നു കർണാടക നേതൃത്വത്തിൻ്റെ പ്രതികരണം. അത് വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രതിഷേധ സമരം അവിടെ ആരംഭിച്ചിരിക്കുന്നു. മുൻനിരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരി, CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ അവിടെയുണ്ട്. സംസ്ഥാന മന്ത്രിമാരടക്കം അവിടെ അണിനിരക്കുന്നു. P പ്രസാദ് അടക്കം, മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളുണ്ട്. ഇടത് MPമാരായ ജോസ് കെ മാണി, AM ആരിഫ് അടക്കമുള്ള ആളുകൾ, ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ എല്ലാവരും ആ സമരത്തിൽ അല്ലെങ്കിൽ അണിചേർന്നുകൊണ്ട് തന്നെ അവിടെ ഉണ്ട്. വലിയ ഒരു പ്രതിഷേധ പരിപാടി തന്നെയാണ് സംസ്ഥാന സർക്കാർ അവിടെ ഡൽഹിയിൽ നടത്തുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആ സ്റ്റേജിൽ അണിനിരക്കുന്നതായി നമുക്ക് കാണാം. ദിബീഷ്, ഉണ്ണി, ആ പ്രതിഷേധത്തിന്റെ ബാനറിൽ തന്നെ പ്രകടമാണ് മുദ്രാവാക്യം ഫൈറ്റ് ടു പ്രൊട്ടക്ട് ഫെഡറലിസം സംരക്ഷിക്കാനുള്ള കേരളത്തിന്റെ പോരാട്ടം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ